കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെൻ്റൽ കോളേജിലെ നിതിൻ ജാതിവെറിയുടെ ഇരയായി തീർന്നിട്ട് ഏതാനും ദിവസങ്ങളേ ആയിട്ടുള്ളൂ. കേരളം തന്നെ ഇന്ത്യയുടെ മുൻപിൽ കുമ്പിട്ട് നിൽക്കുന്നത് പോലെയാണ് എനിക്ക് ഇത് കേൾക്കുമ്പോൾ തോന്നുക. കേരളം ഇന്ത്യയിലെ പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗത്തിൻ്റെ വളരെ ഒരു ചെറിയ ശതമാനം മാത്രമുള്ള ഒരു സംസ്ഥാനമാണ്. അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത്, അതായത് നാരായണ ഗുരു നമ്മെ പഠിപ്പിച്ച പാഠങ്ങൾ, അതുപോലെ തന്നെയാണ് ശ്രീ ശങ്കരാചാര്യർ തത്വമസി എന്ന് പഠിപ്പിച്ചത് കേരളീയരെയാണ്. ഇവിടെ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ആ പാഠങ്ങൾ ലോകത്തിൻ്റെ നാനാ ദിശകളിലേക്ക് പറക്കുന്നത്. ഇങ്ങനെ ജാതിവെറിയെപ്പറ്റി സ്വാമി വിവേകാനന്ദൻ ഒരു ഭ്രാന്താലയമെന്ന് കേരളത്തെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം ഒരുപാട് സാംസ്കാരിക നായകന്മാർ പഠിപ്പിച്ചും കവിതകൾ എഴുതിയും, കുമാരനാശാൻ്റെ കവിതകളൊക്കെ എപ്പോഴും നമ്മൾ മറക്കാതെ ഓർത്തു പോകുന്നതാണ്. അതായത് ഒരു പട്ടികവർഗ സ്ത്രീയുടെ അടുക്കൽ ചെന്ന് കുടിക്കാൻ ജലം ചോദിക്കുമ്പോൾ അവർ കൊടുക്കാൻ മടിക്കുന്നതും, ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു ഞാൻ നാവു വരണ്ട, ചോദിക്കുന്നു നീർ നാവു വരണ്ടഹോ എന്നാണ് മഹാകവി കുമാരനാശാൻ ഈ പറയപ്പെട്ട ഒരു പെൺകുട്ടിയുടെ അടുക്കൽ ചെന്ന് ജലം ചോദിച്ചുകൊണ്ട് പറയുന്നത്. അതുപോലെ എത്രയെത്ര മനോഹര കാവ്യങ്ങളിലൂടെയും എഴുത്തുകളിലൂടെയും കേരളീയരെ പ്രബുദ്ധരാക്കിയ എഴുത്തുകാർ, അങ്ങനെ ഒരുപാട് മഹാരഥന്മാർ സംസ്കൃത ചിത്തരാക്കാൻ ശ്രമിച്ചിട്ടും സംസ്കൃത ചിത്തരാകാത്ത മലയാളികളാണ് ഇപ്പോഴും. ഓരോ ദിവസവും മലയാളികളുടെ മനസ്സിൽ ജാതിവെറി കൂടുതൽ കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുകയാണോ എന്ന് തോന്നിപ്പോകും. കറുപ്പ് കണ്ടാൽ വെറുപ്പ് തോന്നുന്ന മലയാളി, കാർവർണ്ണൻ്റെ നിറമെന്ത്, കാളിയുടെ നിറമെന്ത് എന്നൊക്കെ നമുക്ക് ചോദിക്കേണ്ടി വരും. അങ്ങനെയുള്ള ഒരു കേരളത്തിലാണ് നിതിൻ രാജും ഇതുപോലെ മരണപ്പെടുന്നത്. അപ്പോൾ ജാതിവെറിയുടെ ഇരയാണ് നിതിൻ രാജ് എന്ന് പറയുമ്പോൾ നാം ആരെയാണ് പഴിക്കേണ്ടത്? ജാതിവെറി ഇവിടെ ഭരണകൂടത്തിൽ തൊട്ട് താഴേക്ക് എല്ലായിടത്തും ഉണ്ട് എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു 1-2 മാസം മുൻപാണ് ചാനൽ ചർച്ചകളിലൊക്കെ വന്ന ഒരു കാര്യമുണ്ട്, ഒരു സംഭവമുണ്ട്. അതായത് കേരളത്തെ കഴിഞ്ഞ നവംബർ 1-നാണല്ലോ കേരളത്തെ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായിട്ട് സംസ്ഥാന ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്നത്. അത് കഴിഞ്ഞ് അതിൻ്റെ ചർച്ചകൾ നടക്കുന്ന കൂട്ടത്തിൽ തന്നെ പുറത്തു വന്ന ഒരു സത്യം ഞാൻ ഓർക്കുന്നു. തിരുനെല്ലി, വയനാട്ടിലെ ഒരു ആദിവാസി മേഖലയാണ് തിരുനെല്ലി. അത് മാത്രവുമല്ല, അവിടെയാണ് പാപനാശിനി റിവർ ഉള്ളത്. മരിച്ച ആത്മാക്കൾക്ക് മുക്തി കിട്ടാൻ വേണ്ടി ആ പാപനാശിനിയിൽ അവരുടെ ഭൗതിക അവശിഷ്ടങ്ങൾ നിമജ്ജനം ചെയ്യാറുള്ളതാണ്. അങ്ങനെയുള്ള ഒരു മേഖലയിൽ നമ്മൾ കേട്ടു 129 ദളിത് പെൺകുട്ടികൾ 3 കൊച്ചു മുറികളുള്ള ഒരു ഹോസ്റ്റലിൽ ഇടുങ്ങി കഷ്ടപ്പെട്ട് കഴിയുന്നു എന്ന്. അവർക്ക് ഒരേ ഒരു ശുചിമുറിയേ ഉള്ളൂ എന്ന്. അവർ ദളിതരായതുകൊണ്ടല്ലേ? അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് അങ്ങനെ ഇടേണ്ടി വരുമോ? ഇടുമോ? ഗവൺമെൻറ്റിനെ അങ്ങനെ ഇടാൻ സമ്മതിക്കുമോ? അതുമാത്രവുമല്ല, ഒരു വയനാട് ജില്ലക്കാരിയായ എൻ്റെ ഒരു അനുഭവം പറയട്ടെ. ഞാൻ കഴിഞ്ഞ തവണ വയനാട് ജില്ലയിൽ വേനൽക്കാലത്താണ് എത്തുന്നത്. വേനൽക്കാലത്ത് എത്തിയ സമയത്ത് കബനിയുടെ ഓരത്താണ് എൻ്റെ വീട്. ആ കബനിയുടെ സൗന്ദര്യം കാണാനായിട്ട് ഞാൻ അവിടേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. ഞങ്ങൾ സാധാരണ ഞാൻ കുളിച്ചും കളിച്ചും വളർന്ന പുഴയുടെ തീരത്താണ് ഇറങ്ങിച്ചെല്ലുന്നത്. അങ്ങനെ ചെന്ന സമയത്ത് ഒരു തിങ്കളാഴ്ച ചെന്ന സമയത്ത് അവിടെ മുട്ടങ്കര കയം എന്നൊരു സ്ഥലമുണ്ട്. വലിയ കയമാണ്, അഗാധ ഹൃദം എന്ന് പറയാം, വലിയ കയം. ആ മുട്ടങ്കര കയത്തിൻ്റെ ഓരം മുഴുവനും യുവാക്കൾ നിരന്നിരുന്ന് ചൂണ്ടയിടുന്നു. അപ്പം ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് തിങ്കളാഴ്ചയായിട്ട് ജോലിക്കൊന്നും പോകുന്നില്ലേ, ചൂണ്ടയിടുന്നത് എന്ന് ചോദിച്ചു. ചൂണ്ടയിട്ടാൽ നിങ്ങൾക്ക് ജീവിക്കാനുള്ളത് കിട്ടുമോ? അത്രയേറെ മീനുണ്ടോ ഈ പുഴയിൽ ഇപ്പോൾ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവർ എന്നോട് പറയുകയാണ്, ടീച്ചറെ, ഒരിടത്തും ജോലിക്ക് പോകാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല.
സർക്കാർ ജോലി കിട്ടിയ ചിലരൊക്കെ ഉണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ. പക്ഷേ ഞങ്ങൾ ആ സർക്കാർ ജോലിയിൽ ചെല്ലുമ്പോൾ അവിടെയൊക്കെ ജാതി പറഞ്ഞ് ഞങ്ങളെ പരിഹസിക്കുന്നു. കൂടെ വർക്ക് ചെയ്യുന്നവരാരും ഞങ്ങളെ തൊടാനോ ഒന്നും സമ്മതിക്കത്തില്ല. ഞങ്ങളുടെ അടുത്തിരുന്ന് ആഹാരം പോലും കഴിക്കില്ല. അല്ലെങ്കിൽ അവരാഹാരം കഴിക്കുന്നതിനടുത്തിരുന്ന് ഞങ്ങൾ കഴിക്കുന്നത് പോലും അവർക്ക് സഹിക്കാൻ വയ്യ. അങ്ങനെ പരിഹാസം കേട്ട് കേട്ട് മടുത്താണ് ഞങ്ങൾ ജോലി ഉപേക്ഷിച്ച് പോകുന്നു. ഇങ്ങനെ തോട്ടയിടുമ്പോൾ വല്ലോ മീനും കിട്ടിയാൽ അത് കൊണ്ടുവന്ന് കിട്ടുന്ന കാശിന് കൊടുത്ത് വല്ലോ സാധനങ്ങളും ഒക്കെ വാങ്ങിക്കാം എന്ന് പറയുന്നു. അവർ പറഞ്ഞത് ശരിയാണ്. അരി അന്ന അന്ത്യയോജന രൂപത്തിൽ അവർക്ക് അരി കിട്ടും. അപ്പോൾ അതിൻ്റെ കൂടെ ഇത്തിരി മീനും അല്ലെങ്കിൽ പോയി ഇത്തിരി ഉപ്പും മുളകും അങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നാൽ അന്നന്ന് അപ്പം കഴിഞ്ഞു പോകുമായിരിക്കാം. അത് മാത്രമേ ഉള്ളൂ. പക്ഷെ അതല്ലല്ലോ മനുഷ്യജീവിതം എന്ന് പറയുന്നത്. മനുഷ്യജീവിതം, ഡീസൻ്റായിട്ടുള്ള ജീവിതം എന്ന് പറയുന്നത് അതായത് നല്ല അടച്ചുറപ്പുള്ള ഒരു ഭവനമുണ്ടാകണം, നല്ല ആരോഗ്യ സംവിധാനങ്ങൾ, അതായത് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് മുതലേ ആരോഗ്യ സംരക്ഷണം കിട്ടണം, വേണ്ട സമയത്ത് വേണ്ടത്ര ശിശു പരിപാലനവും വിദ്യാഭ്യാസവും ഒക്കെ കിട്ടണം. അങ്ങനെ വളരുന്ന ഒരു സമൂഹം, അതാണ് ഒരു വികസിത സമൂഹത്തിൻ്റെ ലക്ഷണം. അങ്ങനെ വളരേണ്ടവരാണ്, അങ്ങനെ വികസനത്തിലേക്ക് കൈപിടിച്ചുയർത്തേണ്ടവരാണ് ഈ പാവപ്പെട്ട കുട്ടികൾ. അവർ പാവപ്പെട്ട കുട്ടികളല്ല, അവർ ജോലി എടുക്കാൻ പ്രായമായവർ, 10ാം ക്ലാസ്സും കഴിഞ്ഞ് ഒരു പക്ഷേ ഡിഗ്രിയും ഒക്കെ കഴിഞ്ഞ്. ഞാൻ ചോദിച്ചില്ല ക്വാളിഫിക്കേഷനൊന്നും അവരോട്. പക്ഷെ അവർ ഈ പറയുന്നത് കേട്ടപ്പോൾ തന്നെ എനിക്ക് സങ്കടം തോന്നി. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഇങ്ങനെ പേടിച്ചോടുകയല്ല വേണ്ടത്. ജാതി വെറി നിങ്ങളുടെ അടുക്കൽ ആര് കാണിക്കുന്നുവോ അവരെ ചെറുത്തു തോൽപ്പിക്കണം. നിങ്ങളോടൊപ്പം നിൽക്കുന്ന ആരെങ്കിലും ആ കൂട്ടത്തിൽ കാണും, അവരുടെ കൂടെ കൂടണം. ഇനി ആരുമില്ലെങ്കിൽ ജാതി വെറിയുടെ പേരിൽ നിങ്ങളെ വേർതിരിച്ച് നിർത്തുന്നവർക്കെതിരെ നിങ്ങൾ കേസിന് പോകണം. അങ്ങനെ അവരെ പരാജയപ്പെടുത്തണം. കോടതി നിങ്ങളുടെ കൂടെ നിൽക്കും. നിങ്ങൾക്കൊരു അഭിഭാഷകനെ, അപ്പോൾ അവർ പറയുകയാണ് ഞങ്ങൾക്ക് അഭിഭാഷകരെ ഒന്നും വെച്ച് കേസ് വാദിക്കാനോ ഒന്നും കഴിവില്ലല്ലോ എന്ന് പറയുക. അപ്പോൾ അവർ പറയാണ്, അങ്ങനെയാണ് അവർ പറഞ്ഞത്. അങ്ങനെ എന്തായാലും അവർ അത്തരത്തിലേക്കൊന്നും പോയില്ല. ഇപ്പോൾ എന്തായാലും ഞാനൊരു ആശ്വാസത്തോടെ നോക്കുന്ന ഒരു കാര്യമുണ്ട്. UDF ജയിച്ചു വന്നാൽ പട്ടികവർഗ യൂണിവേഴ്സിറ്റി കൊണ്ടുവരുമെന്ന് അവരൊരു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ യൂണിവേഴ്സിറ്റി വയനാട്ടിൽ തന്നെ വെക്കണമെന്ന് വാദിക്കാനാണ് ഞാൻ പോകുന്നത്. എന്താ കാരണം? കേരളത്തിലെ പട്ടികവർഗത്തിൻ്റെ 43% ജില്ലയാണ് വയനാട് ജില്ല. അപ്പോൾ ആ വയനാട് ജില്ലയിൽ തീർച്ചയായിട്ടും പട്ടികവർഗത്തിനുള്ള ഈ യൂണിവേഴ്സിറ്റി വന്നാൽ ഒരുപാട് പ്രയോജനം ചെയ്യും. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളെല്ലാം ഓർക്കണം, എല്ലാം പട്ടികവർഗത്തിൻ്റെയും പട്ടികജാതിയുടെയും ക്രിസ്ത്യാനിയുടെയും ഹിന്ദുവിൻ്റെയും മുസ്ലിമിൻ്റെയും സിരകളിലൂടെ ഒഴുകുന്ന രക്തം ഒരേ രക്തമാണ്. ഇവരെല്ലാം നമ്മളെ തത്വമസി പഠിപ്പിച്ച ശങ്കരാചാര്യർ എന്താ പഠിപ്പിച്ചിരിക്കുന്നത്? ഒരൊറ്റ ദൈവത്തിൻ്റെ മക്കളാണ് എന്നാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരേ ദൈവത്തിൻ്റെ മക്കളായ നമ്മളിൽ ഒഴുകുന്ന ചോര, യേശു ക്രിസ്തു എന്നെ പഠിപ്പിച്ചിരിക്കുന്നതും അതായത് സർവസൃഷ്ടിസ്ഥിതി സംഹാരകനാണ് ദൈവം, ഒരൊറ്റ ദൈവമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. ആ ഒറ്റ ദൈവത്തിൻ്റെ മക്കളാണ് നാം എല്ലാവരും എന്നിരിക്കെ ഒരു നിതിൻ രാജിനെയോ മറ്റേതെങ്കിലും ഒരു കുട്ടിയെയോ ജാതിയുടെ പേരിൽ, ജാതി നമ്മളല്ല തിരഞ്ഞെടുക്കുന്നത്, ദൈവമാണ് നമ്മുടെ ജാതി. അങ്ങനെ ഒരെണ്ണം ഉണ്ടെങ്കിൽ തിരഞ്ഞെടുത്ത് നമ്മളെ നിതിൻ രാജിൻ്റെ കുടുംബത്തിൽ ജനിപ്പിക്കുന്നു, അല്ലെങ്കിൽ മേരി ജോർജിൻ്റെ കുടുംബത്തിൽ ജനിപ്പിക്കുന്നു, അല്ലെങ്കിൽ മറ്റൊരു ഒരു രാജീവിൻ്റെ കുടുംബത്തിൽ ജനിപ്പിക്കുന്നു. അങ്ങനെയൊക്കെ ജനിപ്പിക്കുന്നത് ദൈവമാണ്, മനുഷ്യരുടെ സ്വന്തം പ്രയത്നം കൊണ്ടല്ല, സ്വന്തം താല്പര്യങ്ങൾ കൊണ്ടല്ല, സ്വന്തം ഇച്ഛാശക്തി കൊണ്ടല്ല. അങ്ങനെ ദൈവകൽപ്പിതമായ ജന്മം, ആ ജന്മം ഒരേ രക്തം തന്നെ എല്ലാവരുടെയും സിരകളിൽ ഒരുപോലെയുള്ള രക്തം ഓടുന്നു. അതിന് എ പോസിറ്റീവോ ബി പോസിറ്റീവോ നെഗറ്റീവോ അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങളേ ഉള്ളൂ, അല്ലാതെ രക്തത്തിൻ്റെ തൽസ്വരൂപത്തിൽ ഒരു മാറ്റവുമില്ല. അങ്ങനെയുള്ള ഒരു ചിന്ത വളർത്തിയെടുക്കാതെ, ഇതുകൊണ്ടാണല്ലോ നമ്മുടെ പ്രിയപ്പെട്ട സ്വാമി പറഞ്ഞത് ഇതൊരു ഭ്രാന്താലയം, ജാതിയുടെ ഭ്രാന്താലയമാണെന്ന്
വിവേകാനന്ദ സ്വാമികൾ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഈ ഈ ഈ പറയപ്പെട്ട നിതിൻ രാജിൻ്റെ അവസ്ഥ വന്നത്. എന്താണ് അവിടെ സംഭവിച്ചത്? നമുക്കറിയാം, എല്ലാ ക്യാമ്പസുകളിലുമുണ്ട് ഇതുപോലെയുള്ള ചേരിതിരിവുകൾ. എല്ലാവരും പറയും ജാതി ചിന്തയൊന്നുമില്ലാതെ വേണം മുൻപോട്ട് പോകാൻ. പാട്ടിലും ഒക്കെ ഡാൻസിലുമൊക്കെ ഇങ്ങനെയുള്ള ഏകോപന ചിന്തകളുമൊക്കെയുണ്ട്. പക്ഷേ റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ എല്ലായിടത്തും നമുക്ക് കാണാം ഈ പറയപ്പെട്ട ജാതിവെറി ഓരോരുത്തരുടെയും മനസ്സിലുണ്ട്. ആ ജാതിവെറിയെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും ഉണ്ടാകാം. പക്ഷേ എല്ലായിടത്തും അതിനെ പ്രതികൂലിക്കുന്നവരുണ്ട് എന്നുള്ളതിന് ധാരാളം എക്സാമ്പിൾസ് എൻ്റെ അധ്യാപന ജീവിതത്തിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ണൂർ ഡെൻ്റൽ കോളേജിൽ സംഭവിച്ചത് ഒരു റാം, അതുപോലെ വേറെ ചില അധ്യാപികമാർ, ഇവരൊക്കെ ഈ ജാതി വെറി പൂണ്ടവരാണ് എന്ന് വളരെ നാളുകൊണ്ടേ അറിയുന്നു. അപ്പോൾ നമുക്ക് അത്ഭുതം തോന്നുകയാണ്. ഈ ടീച്ചേഴ്സിന് അവരൊന്നും PSC വഴി വന്നവരല്ല. PSC വഴി വന്നവരാണെങ്കിൽ ക്വാളിഫിക്കേഷനിലെങ്കിലും നമുക്ക് വിശ്വസിക്കാം. പിൻവാതിൽ നിയമനം, പുറം വാതിൽ നിയമനം നടത്തുന്നവർക്ക് ആ ക്വാളിറ്റി പോലും ഒരു അധ്യാപകനാകാനോ ഉള്ള ക്വാളിറ്റി പോലും പര്യാപ്തമായിരിക്കില്ല. അപ്പോൾ ഇവിടെ ഈ അഞ്ചരക്കണ്ടി കോളേജും ഒരു സ്വാശ്രയ ഡെൻ്റൽ കോളേജാണ് എന്നിരിക്കെ തീർച്ചയായിട്ടും അധ്യാപകരൊക്കെ പണം കൊടുത്ത് കയറിയവരാകാം. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ ഇതുപോലെയുള്ള ജാതിവെറിയൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് ജാതിവെറി കാണിക്കുന്ന ഒരു മനുഷ്യൻ അധ്യാപികയാകാൻ ഒരിക്കലും യോഗ്യനല്ല. അപ്പോൾ എന്താണ് വേണ്ടത്? ഈ PSC ടെസ്റ്റ് പോലെ അധ്യാപകനാവാനോ അധ്യാപികയാകാനോ ഒക്കെ വരുന്നവർക്ക് കൊടുക്കുന്ന ടെസ്റ്റിൽ ഇങ്ങനെ ചില ഡോസും കൂടി ചേർക്കണം. താഴ്ന്ന ജാതിയിൽപ്പെട്ട, അതായത് SC ST വിഭാഗത്തിൽപ്പെട്ടവർ വന്നാൽ, സാമ്പത്തികമായിട്ട് താഴ്ന്ന നിലവാരത്തിലുള്ളവർ വന്നാൽ എങ്ങനെയായിരിക്കും നിങ്ങളവരെ സമുദ്ധരിക്കുക എന്ന ഒരു ചോദ്യം. അങ്ങനെ സമുദ്ധരിക്കുക എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ വളരെ നല്ല ആകർഷണീയമായ ഉത്തരം പറയാൻ കഴിയുന്നവരെ, അങ്ങനെ എന്തെങ്കിലും എക്സാമ്പിൾ സഹിതം അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നവരെ മാത്രമേ അധ്യാപക വൃത്തിയിലേക്ക് എടുക്കാവുള്ളൂ എന്ന ഒരു അഭിപ്രായം കൂടി. അതായത് PSC ടെസ്റ്റ് പോരാ, അല്ലെങ്കിൽ PSC ടെസ്റ്റിൽ തന്നെ ഒരു സബ്സിഡിയറി ടെസ്റ്റ് വേണം. ആ ടെസ്റ്റിൽ ഇവരുടെ ഈ ഗുണപരിശോധന, ഇവരെങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളോട് പെരുമാറുന്നത്. അതായത് B.Edനൊക്കെ പഠിക്കാൻ പോകുന്ന കുട്ടികളാണെങ്കിൽ ഇത്തരം സാഹചര്യങ്ങളെ എങ്ങനെ അതിജീവിക്കണം, കുട്ടികളോട് എങ്ങനെ നല്ല രീതിയിൽ പെരുമാറണം, അതായത് സൃഷ്ടിപരമായ പെരുമാറ്റ രീതികളൊക്കെ B.Edലാണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ പാഠ്യക്രമത്തിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ MAയും MSCയും ഒക്കെ കഴിഞ്ഞ് പിന്നെ ചിലപ്പോൾ PhD ഒക്കെ കാണും. പക്ഷെ അവിടെ ഒന്നും ഇല്ലാത്ത ഒരു കാര്യം സ്വഭാവ രൂപീകരണത്തെ പറ്റിയാണ്. അതായത് കുറേ സയൻസൊക്കെ പഠിച്ച് ഞാൻ വലിയ കേമനാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവർക്കൊന്നും തന്നെ സ്വഭാവ രൂപീകരണം ഉണ്ടായിരിക്കണം എന്നില്ല. അപ്പോൾ സ്വഭാവ രൂപീകരണം ഒരു അതായത് നമ്മൾ മനുസ്മൃതിയിൽ തന്നെ പറയുന്നത് മാതാ പിതാ ഗുരു ദൈവം എന്നാണല്ലോ. എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും ആദ്യം കാണുന്നതും ആദ്യം താതാത്മ്യപ്പെടുന്നതും മാതാവുമായിട്ടാണ്. മാതാവിൻ്റെ ഉദരത്തിൽ 10 മാസം കിടന്നാണ് പുറത്തേക്ക് വരുന്നത്. ആ മാതാവിൻ്റെ മുലപ്പാൽ കുടിച്ചാണ് അത് ശൈശവം പിന്നിടുന്നത്. ആ മാതാവിൻ്റെ മാറിൽ കിടന്നാണ് അവളുടെ സ്നേഹഭാവങ്ങൾ അനുഭവിച്ചറിഞ്ഞാണ് ഒരു കുഞ്ഞ് വളർച്ചയുടെ ഇതളുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ ഒപ്പം തന്നെ പിതാവുമുണ്ട്. അതുകൊണ്ടാണല്ലോ മാതാ പിതാ. അത് കഴിഞ്ഞ് വരുന്നത് ആരാണ്? ഗുരുവാണ്. മാതാ പിതാ ഗുരു. അതും കഴിഞ്ഞാണ് ദൈവത്തിന് സ്ഥാനം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ മാതാവും പിതാവും കഴിഞ്ഞാൽ ഗുരു. 5 വയസ്സ് വരെ മാതാവിൻ്റെയും പിതാവിൻ്റെയും കസ്റ്റഡിയിൽ വളരുന്ന കുട്ടി, അവരുടെ സ്നേഹപരിലാളനങ്ങളേറ്റ് അവർ സ്വഭാവ രൂപവൽക്കരണം നടത്തി വളരുന്ന കുട്ടി, അത് കഴിയുമ്പോഴേക്ക് സ്കൂളിലോ ഒക്കെ എത്തുന്നു. അവിടെ നിന്ന് മുതൽ ഗുരുനാഥന്മാരാണ് അവരുടെ രൂപീകരണം. അവരെ എങ്ങനെ നല്ല ഉത്തമ പൗരരാക്കി രൂപീകരിച്ചെടുക്കണം, മാറ്റിയെടുക്കണം എന്നുള്ള തീരുമാനത്തിൽ സഹകരിക്കുന്നത് ഒരുപാട് അധ്യാപകരാണ്. പല തട്ടിൽ നിന്ന് പല തരത്തിലുള്ളവരാണ് സഹകരിക്കുന്നത്. അപ്പോൾ ഈ അധ്യാപകർ മാതാവും പിതാവും കഴിഞ്ഞാൽ അവരുടെ ഗുരു എന്ന് പറയുന്ന ആ അധ്യാപകർക്ക് വലിയ പങ്കാണ് ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണത്തിൽ, വ്യക്തിത്വ
ഫോർമേഷനിൽ വഹിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ അധ്യാപകർക്ക് കൂടുതൽ പണമുള്ളവർ അധ്യാപകരാകും. സ്വാശ്രയ കോളേജുകളിലൊക്കെ സ്ഥിതി അതാണ്. അവിടെ ലക്ഷങ്ങൾ കൊണ്ടുവന്ന് കണ്ടുകാഴ്ചയായിട്ട് മാനേജ്മെൻറ്റിന് കൊടുത്താൽ അപ്പോൾ അവിടെ കോളേജിൽ അധ്യാപകനായിട്ട് ജോലി കിട്ടുന്നു. അയാൾ എന്ത് ചെയ്യുന്നു, എന്തെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ പഠിപ്പിക്കുന്നില്ലയോ എന്നുള്ളത് ആ മാനേജ്മെൻറ്റിൻ്റെ പ്രശ്നമല്ല. കാരണം ഭയങ്കര പണക്കാരനാണ്, പണം കൊണ്ട് അവരെ മൂടി, അവർക്കതാണ് വേണ്ടത്. അവർ ഈ സ്വാശ്രയ ആരോഗ്യ കോളേജ്, ഡെൻ്റൽ കോളേജ് നടത്തുന്നത് തന്നെ പണം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്, അല്ലാതെ സമൂഹത്തെ നന്നാക്കുക എന്ന ലക്ഷ്യത്തോടെയല്ല. അപ്പോൾ അങ്ങനെ പണം കൊടുത്ത് അതിനകത്ത് കയറിക്കൂടുന്നു. എന്നിട്ടോ ഇഷ്ടം പോലെയാണ് ഈ ഡൊണേഷൻ വാങ്ങിച്ചുകൊണ്ട് അപ്പോയിൻമെൻറ്റ്സ് നടത്തുന്നത്. ഇപ്പോൾ ആ ഡെൻ്റൽ കോളേജിലെ അധ്യാപകരെ ഓരോരുത്തരെയും എടുത്തു നോക്കി, അവർ ഓരോരുത്തരും കൊടുത്തിരിക്കുന്ന ഡൊണേഷൻസ്, അധ്യാപന ജോലിയിൽ കിട്ടാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ഡൊണേഷൻസ് ചിലപ്പോൾ ലക്ഷങ്ങളോ കോടികളോ ഒക്കെ ആയിരിക്കും. ഒരു ക്വാളിറ്റിയുമില്ല. ഇതുപോലെയുള്ള സംഭവങ്ങൾ നടക്കുന്ന കോളേജുകൾക്കിടെ പേരിൽ പോലും വലിയ അഡ്വർടൈസ്മെൻറ്റ്സ് വരും. എന്തിനാണ് ഈ അഡ്വർടൈസ്മെൻറ്റ്സ് വരുന്നത്? അവർക്ക് ഇഷ്ടം പോലെ കുട്ടികളെ കിട്ടണം. കുട്ടികളെ കിട്ടുക എന്ന് വെച്ചാൽ ഓരോ കുട്ടിയും, അതായത് എൻട്രൻസ് ടെസ്റ്റിൽ താഴെ നിൽക്കുന്ന കുട്ടികളാണ് സാധാരണ സ്വാശ്രയങ്ങളിലേക്കൊക്കെ എത്തിപ്പറ്റുന്നത്. അപ്പോൾ പണം കൊടുത്തായിരിക്കും അവിടെ അഡ്മിഷൻ മേടിക്കുക. അങ്ങനെ അഡ്മിഷൻ കിട്ടുന്നു. അത് കഴിഞ്ഞിട്ട് പണക്കാരായ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ ആ ക്യാമ്പസിന് ചുറ്റും ഇഷ്ടം പോലെ ചെലവഴിച്ച് മുന്നോട്ട് പോകുന്നു. അപ്പോൾ അവരെന്തു പഠിച്ചു എന്തു പഠിച്ചില്ല, അവർക്ക് ഈ പറയപ്പെട്ടതുപോലെ കേരളത്തിലെ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയും 100% പാസ് കൊടുക്കുന്നത് പോലെ അവിടെയും വലിയ പാസും സൗകര്യങ്ങളും ഒക്കെ കൊടുത്ത് അങ്ങനെ പ്രീണിപ്പിച്ച് വിടും. ക്വാളിറ്റി വളരെ മോശമായിരിക്കാം, പക്ഷേ അഡ്വർടൈസ്മെൻറ്റ് വഴിയായിട്ട് ആ യശസ് ഉയർത്തിപ്പിടിച്ച് കോളേജ് വളരെ ഇഷ്ടം പോലെ കാശ് വാരുകയും അതുപോലെ ഇങ്ങനെയുള്ള വൃത്തികേടുകൾ നടക്കുന്നതിനെ കവറപ്പ് ചെയ്യും, അടച്ചു വയ്ക്കും. അങ്ങനെ ചെയ്യുകയും ചെയ്യുന്ന ധാരാളം കോളേജുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇനി നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ കാര്യം പറഞ്ഞാലോ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 129 പെൺകുട്ടികൾ 3 കുടിസു മുറികളിൽ താമസിക്കുന്നത് തിരുനെല്ലിയിലാണ്, കേരളത്തിലാണ്. അങ്ങനെ താമസിക്കുന്ന ആ സാഹചര്യത്തിലാണ് അതിദരിദ്രരില്ലാത്ത കേരളം എന്ന് പറഞ്ഞ് കേരളം ആ പട്ടമൊക്കെ ചാർത്തിയതെന്ന് നമ്മൾ ഓർക്കണം. ഇനി ക്യാമ്പസുകളിലേക്ക് വന്നാലോ, ക്യാമ്പസുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ പൂക്കോട്ട് വെറ്റിനറി കോളേജിൽ എന്താണ് സംഭവിച്ചത്? ക്യാമ്പസ് രാഷ്ട്രീയത്തിൻ്റെ ഇരയായിട്ടാണ് ആ പാവപ്പെട്ട വിദ്യാർത്ഥി, മിടുക്കനായിരുന്ന വിദ്യാർത്ഥി കൊല്ലപ്പെട്ടത്. എന്തുമാത്രം കഷ്ടതകൾ അനുഭവിച്ചാണ് അവൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞത് എന്ന് നമ്മൾ ഓർക്കണം. അവൻ്റെ അമ്മയുടെ കണ്ണീര് ഇതുവരെ പോയിട്ട് ഉണങ്ങിയിട്ടില്ല. അവർ നിതിൻ രാജിൻ്റെ അമ്മയുടെ അടുക്ക വന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞ് സങ്കടങ്ങൾ പങ്കുവെച്ച രംഗം നമ്മളിപ്പോഴും ഓർക്കുന്നു. അതുപോലെ തന്നെയല്ലേ വേറെ എത്രയോ കുട്ടികൾ നഴ്സിംഗ് കോളേജിൽ അമ്മു സജീവൻ എന്ന് പറഞ്ഞ കുട്ടി ചാടി മരിക്കുന്നത്. അങ്ങനെ എത്ര കാര്യങ്ങളാണ് നമ്മുടെ ശ്രദ്ധയിൽ വരുന്നത്. അപ്പോൾ എല്ലാ തരത്തിലുള്ള ഇൻറ്റേർണൽ അസസ്മെൻറ്റ്, ഈ ടീച്ചേഴ്സിന് കുട്ടികൾക്കുള്ള ഇൻറ്റേർണൽ അസസ്മെൻറ്റ്, കുട്ടികളെ എങ്ങനെയാണ് ടീച്ചേഴ്സ് അവരുടെ കത്തിക്കുത്തിന് ഇരയാക്കുന്നത് എന്ന് പറയാനാണ് എനിക്കിഷ്ടം. ടീച്ചേഴ്സിൻ്റെ കത്തിക്കുത്തിന് കുട്ടികൾ ഇരയാകുന്നത് എപ്പോഴാണ്? ഇൻറ്റേർണൽ അസസ്മെൻറ്റ് എന്ന കടമ്പ കടക്കാൻ സമയത്ത്. അത് ഗവൺമെൻറ് കോളേജിലാണെങ്കിലും ഈ പറയപ്പെട്ട വെറ്റിനറി കോളേജിലാണെങ്കിലും എവിടെയാണെങ്കിലും ഇൻറ്റേർണൽ അസസ്മെൻറ്റിൽ മാർക്ക് വേണോ? എല്ലാ അധ്യാപകരെയും പ്രീണിപ്പിച്ച് മുൻപോട്ട് പോകണം. കുട്ടിയുടെ ക്വാളിറ്റിയിലല്ല ഇൻറ്റേർണൽ അസസ്മെൻറ്റിൻ്റെ മാർക്ക് ഇരിക്കുന്നത്. അവൻ അവൾ എങ്ങനെ അധ്യാപകരെ പ്രീണിപ്പിക്കുന്നു എന്നതിൻ്റെ പേരിലാണ്. ഏത് തരത്തിലും കുട്ടികളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ഒരു മടിയുമില്ലാത്ത അധ്യാപകരാണ് ഈ പറയപ്പെട്ട ഗവൺമെൻറ് കോളേജുകളിലാകട്ടെ, അതുപോലെ തന്നെ ഈ സ്വാശ്രയ എൻജിനീയറിങ്ങോ സ്വാശ്രയ മെഡിക്കലോ ഒക്കെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലുള്ളത്. അപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റമുണ്ടാകണം എന്നുണ്ടെങ്കിൽ ക്യാമ്പസുകൾ സംശുദ്ധമാകണം. ക്യാമ്പസുകളെ എങ്ങനെയെങ്കിലും ക്യാമ്പസിനെ സ്വന്തം രാഷ്ട്രീയ ചട്ടുകത്തിൻ്റെ കീഴിലാക്കണമെന്നാണ് എല്ലാ കാലത്തും LDF വിചാരിക്കാറുള്ളത്. എനിക്കറിയാം, യൂണിവേഴ്സിറ്റി കോളേജിലൊക്കെ ഞാൻ 10-18 വർഷം വർക്ക് ചെയ്ത സമയത്ത് കോൺഗ്രസ്സിൽ ആണ് എന്ന് പറഞ്ഞ് മുൻപോട്ട് വരാൻ കുട്ടികൾക്ക് ഭയമായിരുന്നു. കാരണം
കോൺഗ്രസ്സിലാണെന്ന് കേട്ടാൽ അവരെ അടിച്ചും കുത്തിയും കൊന്നും കൊല വിളിച്ചും ഒക്കെയാണ് അവനെ പാർട്ടി മാറ്റുക, അല്ലെങ്കിൽ കോളേജ് മാറ്റുക. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നടന്ന അനുഭവങ്ങൾ എനിക്ക് തന്നെയുണ്ട്. ഞാൻ അങ്ങനത്തെ ഒരു അനുഭവം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയാം. MA ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന MA ക്ലാസ്സിലെ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നാണ് MAക്ക് പഠിക്കാൻ കുട്ടികൾ വരുന്നത് എങ്കിൽ, അതായത് ഇവാനിയോസ് കോളേജിൽ നിന്നാണ് യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് MAക്ക് പഠിക്കാൻ കുട്ടികൾ വരുന്നതെങ്കിൽ ഉടനെ ക്യാമ്പസിലൊരു വിശ്വാസമുണ്ട് അവൻ കോൺഗ്രസ്സുകാരനാണെന്ന്. അങ്ങനെ വന്ന ഒരു കുട്ടി, ആ കുട്ടിയെ അന്വേഷിച്ച് ഏതാനും പേര് MA ക്ലാസ്സിൽ ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഏതാനും പേര് ക്ലാസ്സിലേക്ക് കയറി വരുന്നു. ക്ലാസ്സിൻ്റെ പുറത്ത് നിന്ന് ടീച്ചറെ ഇന്നയാളെ വിടണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ആ കുട്ടി ഇന്ന് വന്നിട്ടില്ല. അപ്പോൾ അവൻ്റെ ഈ പറയപ്പെട്ട ഇവരന്വേഷിച്ച് വന്ന കുട്ടി ഇന്ന് ഒരു വലിയ എന്താ പറയുക മീഡിയയുടെ തലപ്പത്തിരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ആ കുട്ടി വന്നിട്ടില്ല. അപ്പോൾ അയാളുടെ ഒരു സുഹൃത്ത് അതേ കോളേജിൽ നിന്ന്, ഇവാനിയോസ് കോളേജിൽ നിന്ന് തന്നെ MAക്ക് യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് വന്ന ഒരു സുഹൃത്തിനെ വേണം എന്ന് പറഞ്ഞു. ഒരു സുഹൃത്തിനെ അവൻ ക്ലാസ്സിലുണ്ട്. അപ്പോൾ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ക്ലാസ് കഴിയുമ്പോൾ വിടാം, തൽക്കാലം നിങ്ങൾ പോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഇല്ല ടീച്ചറെ, വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്, അവനെ കാണാൻ വേണ്ടി അവൻ്റെ വീട്ടിൽ നിന്ന് ആൾ വന്നിരിക്കുകയാണ്, അത്യാവശ്യമായിട്ട് കണ്ടേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് ഇവർ ഒരുപാട് അഭ്യാസ പ്രകടനങ്ങൾ നടത്തി. അപ്പോൾ ഇനി വല്ലോ മരണം പോലെയുള്ള കാര്യമാണോ എന്നൊക്കെ അത് പറയുന്നില്ല അവർ. എങ്കിലും ഞാൻ ശരി 5 മിനിറ്റ് മതി ടീച്ചറെ എന്ന് പറഞ്ഞു. ഞാൻ വിട്ടു. അവർ 5 മിനിറ്റിനെന്ന് പറഞ്ഞ് കൊണ്ടുപോയി. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഈ കുട്ടി തിരിച്ചു വരുന്നില്ല. അപ്പോൾ ഞാൻ ക്ലാസ്സിലെ മറ്റു കുട്ടികളുടെ മുഖത്ത് നോക്കിയപ്പോൾ എല്ലാവരുടെ മുഖത്തും വലിയ പരിഭ്രമം. ഓർമ്മിക്കണം, 25 കുട്ടികളുള്ള ക്ലാസ്സാണ് MA ക്ലാസ് യൂണിവേഴ്സിറ്റി കോളേജിൽ. അതിലെ ഈ ഒരു കുട്ടി വന്നിട്ടില്ല. ഇവനെ അങ്ങ് കൊണ്ടുപോയി. ബാക്കി 23 പേരും ഉണ്ട് ക്ലാസ്സിൽ. അപ്പം ഞാൻ ചോദിച്ചു, എന്താ നിങ്ങളുടെയൊക്കെ മുഖത്തൊരു പരിഭ്രമം, എന്താ നമ്മുടെ കുട്ടി വരാത്തത്? ടീച്ചറെ കൊണ്ടുപോയിരിക്കുന്നത് വാർ റൂമിലേക്കാണ്, യൂണിയൻകാരാണ്. എനിക്ക് അപ്പോഴാണ് വലിയ ഭയം തോന്നിയത്. ഉടനെ ഞാൻ പറഞ്ഞു, വരൂ നമുക്ക് എല്ലാവർക്കും കൂടി അവനെ പോയി കാണാം എന്നും പറഞ്ഞ് ഈ എല്ലാ കുട്ടികളുടെയും മുൻപിൽ ഞാൻ നടന്നാണ്. വാർ റൂം എന്ന് പറയുന്നത് യൂണിയൻ റൂമാണ് കേട്ടോ. ആ യൂണിയൻ റൂമിലേക്ക് ചെല്ലുമ്പോൾ ഇവനങ്ങനെ വിറച്ച് ഒരു കസേരയെ പിടിച്ച് നിൽക്കുകയാണ്. അവനെ അവർ അടിച്ചിട്ടുണ്ടോ എന്ത് ചെയ്തിട്ടുണ്ടോ ഒന്നും അറിഞ്ഞുകൂടാ. ഏതായാലും അവൻ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് ഒരു കസേരയെ പിടിച്ച്. കുറേ കുട്ടികൾ ചുറ്റുമുണ്ട്. ഞാൻ ആക്രോശിച്ചുകൊണ്ട് കടന്നു ചെല്ലുന്ന സമയത്ത് ഈ കുട്ടികൾ കുറേ പേര് മാറി 1-2 പേർ അടുത്തുനിന്ന്, അയ്യോ ടീച്ചറെ ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി കൊണ്ടുവന്നതാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, ഞാൻ ആ കുട്ടിയുടെ പേര് ഇവിടെ പറയാൻ ഇഷ്ടപ്പെടുന്നില്ല, എന്തെങ്കിലും സംഭവിച്ചോ, എന്തെങ്കിലും ചെയ്തോ ഇവർ? അപ്പോൾ അവനൊരക്ഷരം പോലും മിണ്ടുന്നില്ല. പക്ഷെ അവനാകെ വിറച്ച് പേടിച്ച് നിൽക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും ഞാൻ പോലീസിനെ വിളിക്കണോ, പ്രിൻസിപ്പലിനെ വിളിക്കണോ, അതോ നിങ്ങൾ കുട്ടിയെ വിടുമോ എൻ്റെ കൂടെ എന്ന് ചോദിച്ചപ്പോൾ ടീച്ചർ കുട്ടിയെ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവനെയും വിളിച്ചുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടി, എൻ്റെ കൂടെ 23 കുട്ടികളും ഉണ്ടെന്ന് ഓർക്കണം, ഞങ്ങളെല്ലാവരും കൂടി ക്ലാസ് റൂമിലേക്ക് പോകുന്നു. ക്ലാസ് റൂമിൽ ചെന്നിട്ട് ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, നിനക്ക് എന്തു സംഭവിച്ചു എന്ന്. അവൻ ഒന്നും മിണ്ടിയില്ല, ഒരക്ഷരം പോലും അവൻ അന്ന് ആരോടും മിണ്ടിയില്ല. ഞാനത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോരുന്നു. എന്നെ ഇമ്മീഡിയറ്റായിട്ട് ഈ വിവരമറിഞ്ഞ ഗവൺമെൻറ്, LDF ഗവൺമെൻറ് ആയിരുന്നു കേട്ടോ, എന്നെ കോഴിക്കോട് ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അടുത്ത തിങ്കളാഴ്ച ഞാൻ കോഴിക്കോട് ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പോയി ജോയിൻ ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഓർക്കണം, എൻ്റെ കുട്ടികളൊക്കെ ചെറിയ കുട്ടികളായിരുന്നു. ചെറിയ കുട്ടികളെയും ഹസ്ബൻഡ് കോളേജ് അധ്യാപകനാണ്, പ്രൊഫസർ AG ജോർജ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇട്ടിട്ട് അദ്ദേഹത്തിൻ്റെ അമ്മയും കൂടി വീട്ടിലേന്ന് കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഞാൻ ട്രാൻസ്ഫറായി ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കോഴിക്കോട് മീൻചന്ത. അവിടെ 2 വർഷം വർക്ക് ചെയ്തതിന് ശേഷം ഈ ഗവൺമെൻറ് മാറി അടുത്ത ഗവൺമെൻറ് വന്നപ്പോഴാണ് എനിക്ക് ഈവനിങ് കോളേജിലേക്ക് ട്രാൻസ്ഫർ കിട്ടിയത്. അന്നും ഡേ കോളേജിൽ വേക്കൻസി ഇല്ലായിരുന്നു, ഈവനിങ് കോളേജിലേക്ക്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളൊരു കാര്യം ഓർക്കുക, മാതാ പിതാ ഗുരു ദൈവം. ആ കുട്ടി അവൻ എന്ത് സംഭവിച്ചു എന്ന് പിറ്റേ ദിവസം മുതൽ, അവൻ അടുത്ത ദിവസം മുതൽ ഒരിക്കലും യൂണിവേഴ്സിറ്റി കോളേജിൽ വന്നില്ല. അവൻ പ്രൈവറ്റായിട്ട് പഠിച്ചു, ജോലിയൊക്കെ നേടി. പക്ഷേ
അവൻ്റെ പേര് പുറത്ത് പറയുന്നത് അവനും ഇഷ്ടമല്ലായിരിക്കും, ഞാനത് കാരണം പറയുന്നില്ല. പക്ഷെ അന്ന് അന്വേഷിച്ചു വന്നവൻ ഇപ്പോഴിവിടെ വലിയ ഒരു മീഡിയയുടെ തലപ്പത്തിരിക്കുകയാണ്. അവൻ്റെയും പേര് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇതാണ് കലാലയം ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിലുള്ള, അതായത് എങ്ങനെയും വെടക്കാക്കി തനിക്കാക്കുക. ആരെ അടിച്ചാലും ആരെ കൊന്നാലും പ്രശ്നമില്ല, ആ പാർട്ടി ഇല്ലാതെയാകണം, ഞങ്ങളുടെ പാർട്ടി LDF ജയിക്കണം. ഇങ്ങനെ വളർത്തിയാണല്ലോ LDF വെസ്റ്റ് ബംഗാളിൽ ഇല്ലാതെയായത്. ഇങ്ങനെ വളർത്തിയാണല്ലോ ഈ കമ്മ്യൂണിസം ലോകത്തെവിടെയും കാണാൻ കിട്ടാത്ത സ്ഥിതിയിലേക്ക് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഡെൻ്റൽ കോളേജ് കമ്മ്യൂണിസ്റ്റുകാരുടെ ഭരണത്തിന് കീഴിലാണ് എന്ന് ഞാൻ പറയുന്നില്ല. ഇവിടെ ഭരണനിർവഹണം നടത്തുന്ന ഒരു ഗവൺമെൻറ്റാണ് ചാവേറുകളാക്കാനായിട്ട് കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്നത്. അങ്ങനെ എത്രയെത്ര ചാവേറുകളുടെ കഥ നമുക്കറിയാം. അങ്ങനെയുള്ള ചാവേറുകളാണല്ലോ പൂക്കോട്ട് വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥിനെ അടിച്ചു കൊന്നത്, പീഡിപ്പിച്ചു കൊന്നത്. അടിച്ചു കൊന്നതെന്ന് പറഞ്ഞാൽ ക്ഷണം കൊണ്ട് മരിക്കുമല്ലോ, ഇത് പീഡിപ്പിച്ച് ദിവസങ്ങൾ പീഡിപ്പിച്ചാണ് ആ കുട്ടിയെ കൊന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം ഇല്ലാതെയാകണം. എങ്കിലേ നിതിൻ രാജിൻ്റെ, അപ്പോൾ പറഞ്ഞു നിതിൻ രാജിൻ്റെ കുടുംബത്തിന് വേണ്ട എല്ലാ സഹായവും ഗവൺമെൻറ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറയുമ്പോൾ ഞാൻ എൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഒരു ചോദ്യം ചോദിക്കുക. വിഷുവിന് മുമ്പ് ചൂരൽമല മുണ്ടക്കൈയിൽ കൊടുത്തിരുന്ന 178 വീടുകളിലേക്ക് താമസത്തിന് ആൾക്കാരെ കൊണ്ടുവരും, അപ്പോഴേക്കും അത് പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞിട്ട് എന്ത് സംഭവിച്ചു? വിഷു കഴിഞ്ഞു, വീണ്ടും ദിവസങ്ങൾ കടന്നു പോകുന്നു. ഇന്നലെ ഒരു ന്യൂസ് വന്നിരിക്കുന്നു, അവിടെ ചില വീടുകളിലൊക്കെ വിള്ളലുകൾ രൂപപ്പെട്ടിരിക്കുന്നു എന്ന്. എൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നത് പോലെ പ്രവർത്തിക്കണം. അങ്ങനെ ചെയ്യാത്തവർ ആ പദവിക്ക് അർഹതയില്ലാത്തവരാണ് എന്ന് വിചാരിച്ച് ഇറങ്ങിപ്പോകാനുള്ള സൗമനസ്യമാണ് കാണിക്കേണ്ടത്. എന്തായാലും ചാവേറുകളാക്കി കുട്ടികളെ എത്ര പ്രാവശ്യം കോടതി ആവശ്യപ്പെട്ടു. ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ ഇങ്ങനെയുള്ള വഴക്കും വക്കാണും, ക്യാമ്പസിൽ രാഷ്ട്രീയം ഉണ്ടായിക്കൊള്ളട്ടെ, രാഷ്ട്രീയ സംസ്കാരത്തോടെ കുട്ടികൾ വളർന്നുകൊള്ളട്ടെ, അതിനെ കോടതി ഒരിക്കലും വിമർശിച്ചിട്ടില്ല. പക്ഷേ ഈ കൊലപാതക രാഷ്ട്രീയം, അതിനെയാണ് കോടതി ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കരുത് എന്ന് പറഞ്ഞത്.